ഹേ ഗായ്സ്, അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പം ഞാൻ ഇത് കുറച്ച് നാൾ മുന്നേ എടുത്തു വെച്ചായിരുന്നു. ഞാൻ ഇനി ഇടയ്ക്കൊന്ന് വീട്ടിൽ പോയായിരുന്നു ഒറ്റയ്ക്ക്. അപ്പോൾ രാവിലെ ഉണ്ണി പോകുന്ന സമയത്ത് എന്നെ സ്റ്റാൻഡിലാക്കി തന്നിട്ട് ബസ് കയറ്റി വിട്ടിട്ട് ഉണ്ണി ഡ്യൂട്ടിക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് രാവിലെ എന്നെ വിളിച്ചെണീപ്പിച്ച് റെഡിയാക്കി ബസ്സിനകത്തൊക്കെ കയറ്റി വിട്ട് ടാറ്റയൊക്കെ തന്നിട്ട് ഉണ്ണി പോയി. ഉണ്ണിക്ക് ഡ്യൂട്ടിക്ക് കയറണം. അതുകൊണ്ട് ഉണ്ണി നിന്നില്ല. ഞാൻ പറഞ്ഞ് പൊക്കോളാൻ പറഞ്ഞ് അങ്ങനെ ഉണ്ണിയെ ഞാൻ പറഞ്ഞു വിട്ടിട്ട് ഞാൻ നേരെ ഇനി വീട്ടിൽ പോകാൻ ബസ്സിലിരിക്കുക. അപ്പം എനിക്ക് ഉണ്ണി നേരത്തെ പറഞ്ഞൊരു 5:30 ഇവിടെ ഇത്രയും തിരക്കൊക്കെ കാണും. പണ്ട് ഉണ്ണി ക്ലാസ്സിന് വരുമ്പോഴത്തേക്ക് ട്രെയിൻ കയറാൻ വേണ്ടി ഈ സമയത്തായിരുന്നു ഇവിടെയൊക്കെ വരുന്നത്. അപ്പോൾ ഭയങ്കര തിരക്കാണ്. അങ്ങനെ ഞാൻ ബസ്സിലൊക്കെ കയറി വീട്ടിലെത്തി. വീടിൻ്റെ വഴി എത്തിയതേ വീട്ടിലെത്തി ഉടനെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞ് അച്ഛൻ എനിക്ക് ചായ വേണമെന്ന്. അങ്ങനെ അച്ഛൻ എനിക്ക് ചായ ഇട്ടെന്ന്. ചായ വേറെ ഏത് കപ്പിൽ ഒഴിച്ചാലും എനിക്ക് ഇഷ്ടപ്പെടത്തില്ല. എനിക്ക് എൻ്റെ ചോട്ടാബീമിൻ്റെ കപ്പിൽ തന്നെ വേണം. ആ കപ്പിൽ തന്നെ എനിക്ക് ഒഴിച്ചു തന്നു. അതിന് ശേഷം അച്ഛനും അമ്മയും കൂടി ചന്തയിലൊക്കെ പോകാൻ നേരത്ത് ഞാനും വലിഞ്ഞ് കയറിപ്പോയി. ഇല്ലെങ്കിൽ അവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും എന്നെ കൊണ്ടുപോകാതിരുന്ന്. അങ്ങനെ ഞാൻ പോയി. അമ്മ പച്ചക്കറിയൊക്കെ മേടിച്ച് പിന്നെ എനിക്ക് എണ്ണ കാച്ചണമായിരുന്നു. അപ്പോൾ അമ്മയും അച്ഛനും കൂടി അതിനുള്ള വെളിച്ചെണ്ണയൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് അച്ഛനെ പരിചയമുള്ളൊരു കടയിൽ പോയിട്ട് വെളിച്ചെണ്ണയൊക്കെ മേടിക്കും. ഇത് അവരാട്ടുന്നത് തന്നെ, അതുകൊണ്ട് നമുക്ക് മേടിക്കാമല്ലോ. അല്ലാതെ കുപ്പിയിൽ വരുന്നത് മേടിച്ച് എനിക്ക് എണ്ണ അമ്മ ഉണ്ടാക്കത്തില്ല. അമ്മ ആട്ടി വെളിച്ചെണ്ണ മേടിച്ചിട്ട് എനിക്ക് എണ്ണ ഉണ്ടാക്കത്തുള്ളൂ. ആ എണ്ണ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എണ്ണ ഞാൻ തേക്കുകയൊക്കെ ചെയ്യും. അതിന് ശേഷം പിന്നെ നമ്മൾ ചന്തയ്ക്കകത്ത് വന്നത് പുറത്തുനിന്നാണ് പച്ചക്കറി മേടിച്ച്. ഇത് ചന്തയ്ക്കകത്ത് വന്ന് അവിടെ നിന്നും കുറച്ച് പച്ചക്കറിയൊക്കെ ഈ ആൻറ്റിയുടെ കയ്യിൽ നിന്നൊക്കെ മേടിച്ച് എന്തൊക്കെയോ മേടിച്ച് എൻ്റെ അടുത്ത് എന്തോ വേണമെന്ന് വെച്ചപ്പോൾ ഞാൻ എന്തോ പറഞ്ഞപ്പോൾ അതൊക്കെ മേടിച്ച്. അതിന് ശേഷം അടുത്ത് വേറൊരു അമ്മമ്മ ഉണ്ടായിരുന്നു. അമ്മമ്മയുടെ കയ്യിൽ നിന്ന് മുട്ട മേടിക്കാൻ പോയി. അമ്മമ്മ എനിക്ക് ഇഷ്ടപ്പെട്ട് അങ്ങനെ നമ്മൾ മുട്ടയൊക്കെ മേടിച്ച്. കോഴിമുട്ട മാത്രമേ മേടിച്ചുള്ളൂ. താറാവിൻ്റെ മുട്ട വേണ്ടാന്ന് പറഞ്ഞിട്ട് മേടിച്ചില്ല. പിന്നെ നമ്മൾ നേരെ മീൻ മേടിക്കാനായിട്ട് മാർക്കറ്റിനകത്ത് കയറി. അപ്പോൾ ഇവിടെ എല്ലാവരെയും നമുക്കറിയാം, കാരണം നമ്മളെപ്പോഴും വരുന്നതുകൊണ്ട് എല്ലാവരും അറിയാം. ഞാൻ അച്ഛൻ മീൻ മേടിക്കുന്ന സമയത്ത് നമ്മൾ ഉണക്കമീൻ മേടിക്കാൻ പോയി. ഉണക്കമീൻ വേണമെന്ന് പറഞ്ഞ് മേടിപ്പിച്ചിട്ട് അത് വീട്ടിൽ വെച്ചിട്ട് ഞാൻ തിരിച്ച് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി പോകുമ്പം വേണ്ട, ഇനി വേറെ മേടിപ്പിക്കാം. അങ്ങനെ തിരിച്ച് വരുന്ന വഴി എനിക്ക് ഭയങ്കര ദാഹമെന്ന് പറഞ്ഞിട്ട് കുണ്ടുമണാറിൻ്റെ സൈഡിലുള്ളൊരു ഷോപ്പുണ്ട്. അവിടെ നിർത്തിയിട്ട് ഞാനൊരു മിൽക്കി മിസ്റ്റിൻ്റെ വാനില മിൽക്ക് ഷേക്ക്, ഇതല്ല എൻ്റെ ഫേവറേറ്റ്. ഞങ്ങൾക്ക് കെവിൻസ് മിൽക്കാണ് എനിക്ക് വേണ്ടി എപ്പിക്കും ഭയങ്കര ഇഷ്ടമായിട്ടുള്ളത്. പിന്നെ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അത് മേടിച്ച് വീട്ടിലെത്തിയപ്പോൾ അമ്മ അപ്പോഴും തന്നെ എൻ്റെ എണ്ണ കാച്ചാൻ വേണ്ടി തുടങ്ങി. അമ്മ എണ്ണ കാച്ചുന്ന അടുപ്പിലാണ്, അല്ലെങ്കിൽ പുറത്ത് അടുപ്പിൽ കാച്ചും. ഇതിപ്പോൾ അകത്താണ് കാച്ചിയത്. പിന്നെ നമ്മൾ ഉച്ചയായപ്പോഴത്തേക്ക് അമ്മ ഉണ്ടാക്കി വെച്ച് എൻ്റെ പൊതിച്ചോറ്, വാവ്, അത് കഴിച്ച് ഇനി ചെന്നിട്ട് വേണം അടുത്ത പൊതിച്ചോറ് കഴിക്കുക. അതിനുശേഷം വൈകുന്നേരം ആയപ്പോഴത്തേക്ക് അമ്മ പറഞ്ഞ് നമുക്ക് അമ്പലത്തിൽ പോകാമെന്ന്. അങ്ങനെ ഞാൻ കയറി കുളിച്ച് ഡ്രസ്സൊക്കെ മാറി. ഈ ഡ്രസ്സ് എനിക്ക് അമ്മ വാങ്ങിച്ചു തന്നത്, സൂപ്പറാണ്. ഇതിൻ്റെ സെയിം കളർ തന്നെയാണ് പാൻറ്റും. അപ്പോൾ അമ്മയുടെ ടോപ്പ് എനിക്കിഷ്ടം. അമ്മ ഇപ്പോൾ ഇറങ്ങി വരുമ്പോൾ ആ ടോപ്പ് കാണിച്ചു തരും. ഇതും അടിപൊളിയാണ്, ആ ടോപ്പും പാൻറ്റും. ഷോള അതിൻ്റെ കൂടെ ഒന്നും ഉള്ളതല്ല. അങ്ങനെ അമ്പലത്തിൽ നിന്നൊക്കെ ഇറങ്ങി അങ്ങനെ മൂത്ത അമ്മയെടുത്ത് യാത്രയൊക്കെ പറഞ്ഞിട്ട് ഇനി അടുത്ത വരവിന് കാണാമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിനി വീട്ടിൽ പോവുക. പക്ഷേ ഇരുട്ടിയതൊന്നുമില്ല, നല്ല രസമുണ്ടായിരുന്നു നടക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയുള്ള, അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.